എല്ലാവർക്കും PSC ഹെൽപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മലപ്പുറത്തിന്റെ നിയമന സാധ്യതാ ലിസ്റ്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ വേക്കൻസീസ് ഉണ്ടാകുമോ ഈ കാലയളവിൽ എന്നുള്ളതാണ്. 2025, 26, 27 എന്നത് വലിയ തോതിലുള്ള റിട്ടയർമെന്റ് നടക്കുന്ന വർഷങ്ങളാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം 1996 മുതൽ 2001 വരെ ഒരുപാട് അപ്പോയിന്റ്മെന്റുകൾ അധ്യാപന മേഖലയിൽ നടന്ന വർഷമാണ്. അങ്ങനെ വരുമ്പോൾ അന്ന് കയറിയ മിക്ക ആളുകളുടെയും റിട്ടയർമെന്റ് വരുന്നത് ഈ 2026, 27 വർഷത്തിലാണ്. അതെ, പ്രൊമോഷൻ വേക്കൻസി, നോൺ ജോയിനിങ് വേക്കൻസി ഇതൊക്കെ കിട്ടിയാൽ ഒരു വലിയ രീതിയിലുള്ള ഒഴിവുകൾ തന്നെ LP മേഖലയിൽ ഉണ്ടാകും. പിന്നെ മലപ്പുറം ലിസ്റ്റിലുള്ളവർക്ക് വലിയ തോതിലുള്ള NJD കിട്ടിയിട്ടുണ്ട്. PSC ഒരു ലിസ്റ്റ് ഇടുന്നത് ചില മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നടന്ന നിയമനങ്ങളുടെയും പ്രതീക്ഷിത ഒഴിവുകൾക്കനുസരിച്ചുമാണ് PSC ലിസ്റ്റ് ഇടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കുറഞ്ഞ ജില്ലകളിൽ ഈ പ്രാവശ്യം PSC LP ലിസ്റ്റുകൾ വളരെ ചുരുക്കിയാണ് ഇട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ നിയമനം നടന്ന ജില്ലകളിൽ ലിസ്റ്റിന്റെ വലിപ്പം കൂട്ടിയിട്ടുമുണ്ട്. കൂടാതെ ഓരോ ജില്ലകളിലെയും വരാനിരിക്കുന്ന വൻ റിട്ടയർമെന്റ് അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും LP ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സ്കൂളുകളിൽ വരുന്ന ഡിവിഷൻ ഫോൾ ആണ്. അത് കുറയ്ക്കാൻ എല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ഡിവിഷൻ ഫോൾ വരാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കൊറോണ കാലത്ത് സാധാരണക്കാരായ ആളുകളും പ്രവാസികളും എല്ലാവരും അവരവരുടെ കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിലേക്ക് ചേർത്തിരുന്നു. ഇത് സ്കൂളിൽ വലിയ തരത്തിലുള്ള വേക്കൻസീസ് ഉണ്ടാക്കി. കൊറോണ മാരക രോഗപ്രശ്നങ്ങളിൽ നിന്ന് പതിയെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതോടുകൂടി പല ആളുകളും അവരവരുടെ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് ഗവൺമെന്റ് സ്കൂൾ മോശമായത് കൊണ്ടല്ല, ചിലർ തങ്ങളുടെ കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് ഒരു സ്റ്റാറ്റസ് പ്രശ്നമായി കാണുന്നു. ഗവൺമെന്റ് സ്കൂളിന്റെ മികവുകളും പ്രവർത്തനങ്ങളും അവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം റാങ്ക് നേടിയ ദീപ്നിയ. സർക്കാർ സ്കൂളിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ ദീപ്നിയ എല്ലാവർക്കും ഒരു മാതൃകയാണ്. എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. മറ്റുള്ള ഗവൺമെന്റ് ജോലികളിൽ നിന്ന് അധ്യാപക തസ്തികകളെ വ്യത്യസ്തമാക്കുന്നത് ലിസ്റ്റിൽ ഇടം നേടിയ ഓരോരുത്തരും അവരവരുടെ കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തി ഡിവിഷൻ ഫാൾ ഒഴിവാക്കി നല്ല രീതിയിലുള്ള നിയമനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ലിസ്റ്റിൽ ഇടം നേടിയ എല്ലാവർക്കും നല്ല രീതിയിൽ നിയമനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.